ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടെലിവിഷൻ്റെ വചനദീപ്തി എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ മക്കളെ, മത്തായി എഴുതിയ സുവിശേഷത്തിൽ 21 അധ്യായം 23 മുതലുള്ള തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ച് ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടായിരിക്കാം പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ സമീപിച്ചിട്ട് ചോദിച്ചത്, ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം നിനക്ക് നൽകിയത് ആരാണ്? അല്ലെങ്കിൽ എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നമുക്കറിയാം, ഈ വചനം വായിക്കുമ്പോൾ യേശു ചെയ്ത പ്രവൃത്തികളെല്ലാം ആധികാരികതയോടെയാണ് ചെയ്തത്. സ്വർഗത്തിൽ നിന്ന് ലഭിച്ച, അപ്പനിൽ നിന്ന് ലഭിച്ച അധികാരം ഉപയോഗിച്ച് ആധികാരികതയോടെ അത് ചെയ്തതുകൊണ്ട് സുവിശേഷ പ്രഘോഷണമാകാം, രോഗസൗഖ്യമാകാം, ഭൂതത്തെ പുറത്താക്കുന്നതാകാം, അത്ഭുതങ്ങളാകാം, അടയാളങ്ങളാകാം, യേശു ചെയ്ത എല്ലാ പ്രവൃത്തികളും ആധികാരികതയോടെയാണ് ചെയ്തത്. യേശു പഠിപ്പിച്ചത് അധികാരത്തോടെയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1:22 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയാഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവരെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. സാധാരണ നിയമജ്ഞരും സദുക്കായരുമൊക്കെ പുരോഹിത ശ്രേഷ്ഠന്മാരുമൊക്കെ പഠിപ്പിക്കുന്നത് പോലെയല്ല, ഈശോ പഠിപ്പിച്ചത് ആധികാരികതയോടെയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയാഭരിതരായി തീർന്നത്. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയാഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ വചനം സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാ മക്കൾക്കുമുള്ള വലിയൊരു പ്രത്യാശയാണ്. നാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അത് ആധികാരികതയോടെ നമ്മളത് ചെയ്യണമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ പങ്കുവെക്കുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഇവാഞ്ചലൈസേഷൻ ആകാം. വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ, ദൈവവചനം പറയുമ്പോൾ, നമ്മുടെ അനുഭവം പങ്കുവെക്കുമ്പോൾ നമ്മളത് ആധികാരികതയോടെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശു പഠിപ്പിച്ചത് നിയമജ്ഞർ പഠിപ്പിക്കുന്നത് പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അത് ആധികാരികതയോടെയാണ് അത് ചെയ്തത്. പിതാവ് തന്നെ ഭരമേൽപ്പിച്ച ഒരു നിയോഗമായിട്ട് കണ്ടുകൊണ്ട് ആധികാരികതയോടെ ഇത് യേശു ചെയ്യുമ്പോൾ, യേശുവിനെ ശ്രവിച്ചവര് അവൻ്റെ പ്രബോധനത്തിൽ വിസ്മയാഭരിതരായി. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയാഭരിതരായി. അതേ പ്രിയപ്പെട്ടവരെ, ആധികാരികതയോടെ അധികാരമുള്ളവരെ പോലെ നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷണം മാത്രമല്ല, യേശു പിശാചിൻ്റെ മേൽ തൻ്റെ അധികാരം പ്രയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1 അധ്യായത്തിൽ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. മർക്കോസ് 1:27 എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. യേശു ഭൂതത്തെ പുറത്താക്കുന്നത് കണ്ടുകൊണ്ട്
അത്ഭുതപ്പെട്ട ജനം പറഞ്ഞതെന്താണ്? ഇതെന്ത്? എല്ലാവരും അത്ഭുതപ്പെട്ടിട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത്? അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, യേശു പിശാശിൻ്റെ മേൽ യേശുവിന് അധികാരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിശാശ് കീഴടക്കിയവരെ, പിശാശ് ബാധിച്ചവരെ, പിശാശിൻ്റെ പീഡകൾ അനുഭവിച്ചവരെ ഈശോ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് ആധികാരികതയോടെയാണ്. സാത്താനെ പോവുക എന്ന് പറയുമ്പോൾ, പിശാശ് വിട്ടുപോകുക എന്ന് പറയുമ്പോൾ സാത്താൻ വിട്ടുപോകുന്നു. കാരണം എന്താ? വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഇതെന്ത്? അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ മേൽ യേശുവിന് അധികാരം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ തിന്മയുടെ ശക്തികൾ നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ, പൈശാചിക പീഡകൾ, തിന്മയുടെ പ്രലോഭനങ്ങൾ നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ, നമുക്ക് ഈ ആധികാരികതയോടെ തിന്മയുടെ ശക്തികളെ ശാസിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവീക ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടോ? അവർ ചോദിച്ചത് എന്താ? ഈശോ ഭൂതത്തെ പുറത്താക്കുന്നത് നേരിട്ട് കണ്ട ആളുകൾ ചോദിക്കുകയാണ്, ഇതെന്ത്? അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അവൻ അശുദ്ധാത്മാക്കളോട് ആജ്ഞാപിക്കുന്നു, അവ വിട്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ യേശുവിന് അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരം അവൻ പ്രയോഗിച്ചപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്, 5-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്, 9-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. യേശു പിശാചിനെ പുറത്താക്കുന്നത്, ദൈവജനത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്. അതെ, യേശുവിന് സാത്താൻ്റെ മേൽ അധികാരം ഉണ്ടായിരുന്നു. വീണ്ടും യേശുവിന് പാപങ്ങൾ ക്ഷമിക്കുവാൻ, മോചിക്കുവാൻ അധികാരം ഉണ്ടായിരുന്നു. മർക്കോസ് 2:10 ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ വചനം പറയുകയാണ്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അതിൻ്റെ അർത്ഥം എന്താ? അവനെ ഈ തളർവാദത്തിലേക്ക് നയിക്കുന്നത് പാപമാണ്. പാപം മൂലമാണ് അവൻ രോഗാവസ്ഥയിലെത്തപ്പെട്ടത്. സങ്കീർത്തനം 107 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി അവർ ഭക്ഷണ പദാർത്ഥങ്ങളെ വെറുത്തു, അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. അപ്പോൾ പാപകരമായ മാർഗങ്ങൾ ചിലപ്പോൾ ചിലരെ രോഗികളാക്കി മാറ്റാം. എല്ലാ രോഗത്തിൻ്റെയും പിന്നിൽ പാപം ആണെന്ന് പറയുന്നില്ല. എന്നാൽ ചില വ്യക്തികളെ ചില രോഗപീഠകളിലേക്ക് നയിക്കുന്നത് പാപമാണെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പാപത്തിൽ നിന്നുള്ള മോചനം, പാപം ക്ഷമിക്കപ്പെടുമ്പോൾ പാപം മൂലമുണ്ടാകുന്ന രോഗപീഠകൾ സുഖപ്പെടുമെന്ന് ഈ വചനഭാഗത്തിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അതേ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ മേൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ യേശു ദൈവം നൽകിയ അധികാരം ഉപയോഗിക്കുന്നുവെന്ന് മാത്രമല്ല, പാപമോചന ഈശോ കൊടുക്കുന്നു. പാപമോചനം ലഭിക്കുന്നവനോ പാപം മൂലം അവനെ ബന്ധിച്ചിട്ടിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് അവൻ സ്വതന്ത്രനാകുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു. മാത്രമല്ല, രോഗികളെ സൗഖ്യമാക്കാനായിട്ട് യേശുക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു. മർക്കോസ് 7-ാം അധ്യായത്തിൽ 32 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. ബധിരനും സംസാരത്തിൽ തടസ്സമുണ്ടായിരുന്നവനുമായ
ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ബധിരനും സംസാരത്തിൽ തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ട് തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഉടനെ തന്നെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ട് അഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിന് എല്ലാ രോഗത്തിൻ്റെ മേലും അധികാരം ഉണ്ട്. രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള അധികാരം യേശുവിൻ്റെ മേൽ ഉണ്ടായിരുന്നു. സംസാരിക്കാൻ പറ്റാത്ത, ചെവിക്ക് പ്രശ്നമുള്ള മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് സ്വർഗത്തിലേക്ക് നോക്കി എഫാത്ത എന്ന് പറയുമ്പോൾ, തുറക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ അവൻ്റെ ചെവികൾ തുറക്കപ്പെടുന്നു, നാവിൻ്റെ കെട്ടഴിയുന്നു, അവൻ സ്ഫുടമായി സംസാരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാ രോഗത്തിൻ്റെ മേലും യേശുവിന് അധികാരമുണ്ട്. എന്തിനു പറയണ്? ഈ പ്രകൃതിയുടെ മേല് യേശുവിന് അധികാരമുണ്ട്. ലൂക്കാ 8:22 യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാവുക എന്ന് പറയുമ്പോൾ കാറ്റടങ്ങുന്നു, കടൽ ശാന്തമാകുന്നു. പ്രക്ഷുബ്ധമായ വലിയ അപകടത്തിൽപ്പെട്ട, തീർന്നു പോകും, അവസാനിച്ചു പോകുമെന്ന് കരുതുന്ന രീതിയിലുള്ള വൻ തിരമാലകള്, ആർത്തിരമ്പുന്ന തിരമാലകള് പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാവുക. കാറ്റടങ്ങി, കടല് ശാന്തമായി. അതേ ഈ പ്രകൃതിയിലുള്ള എല്ലാ പ്രകൃതിക്ഷോഭങ്ങളുടെയും മേല്, എല്ലാ പ്രകൃതി ദുരന്തങ്ങളുടെ മേലും യേശുവിന് അധികാരമുണ്ടെന്ന് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. തീരുന്നുണ്ടോ? മരിച്ചവരെ പോലും ഉയർപ്പിക്കുവാൻ യേശുവിന് അധികാരമുണ്ടായിരുന്നു. യോഹന്നാൻ 11:42 എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അവൻ ഉച്ചത്തിൽ ശബ്ദമുയർത്തി പറഞ്ഞു, ലാസറെ പുറത്തു വരിക. മരിച്ച ലാസറ് ജീവനോടെ പുറത്തേക്ക് വരുന്നത്, കല്ലറയ്ക്ക് വെളിയിലേക്ക് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ, മരിച്ചവരെ പോലും ഉയർപ്പിക്കുവാനുള്ള അധികാരം യേശുവിന് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യോഹന്നാനിൽ നിന്ന് ജോർദാനിലെ ജ്ഞാനസ്നാനത്തിന് ശേഷം ആത്മാവ് യേശുവിനെ പ്രത്യേകം ഈശോ സിനഗോഗിൽ പ്രാർത്ഥിക്കുവാൻ ചെല്ലുമ്പോൾ പ്രാർത്ഥനാപൂർവം വേദപുസ്തകം തുറന്നപ്പോൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വചനമാണല്ലോ കിട്ടിയത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തയച്ചിരിക്കുന്നു. ദൈവം നൽകിയ അഭിഷേകം അത് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ആധികാരികതയാണ്. രോഗികളെ സുഖപ്പെടുത്തുവാൻ, ബന്ധിതർക്ക് മോചനം കൊടുക്കുവാൻ, അന്ധർക്ക് കാഴ്ച നൽകുവാൻ തനിക്ക് ദൈവം കൊടുത്ത അധികാരങ്ങൾ ഈശോ പ്രയോഗിക്കുന്നതും ദൈവജനം ഇതിലൂടെ സ്വതന്ത്രരാകുന്നതുമൊക്കെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. പിതാവ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് സദ്വാർത്ത പ്രഘോഷിക്കുവാനാണ്, രോഗികളെ സുഖപ്പെടുത്തുവാനാണ്, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനാണ്, ബന്ധിതർക്ക് മോചനം കൊടുക്കുവാൻ, അന്ധർക്ക് കാഴ്ച നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ. അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഈശോ ആധികാരികതയോടെ ദൈവവചനത്തിന് സാക്ഷിയായി തീർന്ന് അനേകരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചുവെങ്കിൽ അതേ ഈശോ തന്നെയാണ്
തൻ്റെ ശിഷ്യരെ നോക്കി പറഞ്ഞത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് അയച്ചപ്പോൾ യേശു പ്രവർത്തിച്ചതുപോലെ, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറിയതുപോലെ, സുവിശേഷത്തിലൂടെ അനേകർക്ക് രക്ഷ നൽകിയതുപോലെ, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമ്മെ യേശുവിൻ്റെ നാമത്തിൽ അയക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ അയക്കപ്പെടുന്ന ശിഷ്യന്മാർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. യോഹന്നാൻ 14:12 പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഇവ മാത്രമല്ല, ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ വരെ ചെയ്യുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഒരുവൻ സുവിശേഷത്തിലേക്ക്, ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അവനെ അയക്കുന്നത് ആധികാരികതയോടെയാണ്. ഈ അധികാരം സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഇറങ്ങുന്നവര് ആധികാരികതയോടെ ദൈവവചനത്തിൻ്റെ സാക്ഷികളായി മാറാൻ ശ്രമിക്കുമ്പോൾ അനേകർക്ക് വിടുതലും സൗഖ്യവും രോഗശാന്തിയുമൊക്കെ യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ലൂക്ക 9-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ അവൻ 12 പേരെ വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും അവൻ അവരെ അയച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? 12 ശിഷ്യന്മാരെ ഈശോ തെരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവരെ വിളിച്ചു കൂട്ടിയിട്ട് എന്താ ചെയ്തത്? സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അധികാരം മാത്രമല്ല, ദൈവത്തിൻ്റെ ശക്തിയും ദൈവം അവർക്ക് കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും അവൻ അവരെ അയച്ചു. അതേ പ്രിയപ്പെട്ടവരെ, പിതാവ് അയച്ചപ്പോൾ ഈ സദ്വാർത്ത ലോകത്തോട് പങ്കുവെക്കുവാൻ യേശു ഈ ലോകത്തിലേക്ക് വന്നു. യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന നമ്മളെക്കുറിച്ചുള്ള നിയോഗവും, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗം ലഭിച്ചിട്ടുള്ളവർ, ദൈവം നിങ്ങൾക്ക് നൽകിയ ഈ നിയോഗം, ദൈവം നിങ്ങൾക്ക് നൽകിയ ഈ ദൗത്യം ആധികാരികതയോടെ ചെയ്യണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. മത്തായി 18:18 പറയുന്നത് എന്താ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ലൂക്ക 10:19 വായിക്കുന്നത് എന്താ? ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കുവാനുള്ള അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ അധികാരം, ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ ശക്തി സുവിശേഷ വയലിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് തിന്മയെ പരാജയപ്പെടുത്തുവാനും അനേകർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനും യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയോട് ചേർന്നുകൊണ്ട് അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഉയർത്തുവാനും നമുക്ക് സാധിക്കുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ രോഗികളെ സുഖപ്പെടുത്തുവാൻ ഈശോയ്ക്ക് ലഭിച്ച ഈ അധികാരമാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്നത്. യേശു ഭൂതങ്ങളെ പുറത്താക്കിയെങ്കിൽ സകല ഭൂതത്തിൻ്റെ മേലും സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവർക്കും അവിടെ നിന്ന് അധികാരം നൽകുകയാണ്. ഈ അധികാരം ആധികാരികതയോടെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ദൈവജനം സ്വതന്ത്രരായി മാറുന്നത്, രക്ഷാകര പ്രവൃത്തിയുടെ അർത്ഥം നിറവേറുന്നത്. അതിനാൽ ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയോട് ചേർന്ന് സുവിശേഷ വയലിൽ പ്രസംഗിക്കുന്ന എല്ലാവരും യേശു നൽകിയ അധികാരം, ദൈവവചനത്തിൻ്റെ അധികാരം, പ്രാർത്ഥനയുടെ അധികാരം, അഭിഷേകത്തിൻ്റെ അധികാരം, അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. മോശയുടെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിൻ്റെ നേരെ നീട്ടിയപ്പോൾ ചെങ്കടൽ വിഭജിക്കപ്പെട്ടതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ അടയാളങ്ങൾ, വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന വലിയ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, നിയോഗം,
ആധികാരികതയോടെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.